പോത്തും പോത്തും കുട്ടികളും ആണ് ഇപ്പോ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. നിഷാൻ ഒരു ക്യൂട്ട് ലുക്കിംഗ് ബോയ് ആണ്. എല്ലാവർക്കും പെട്ടെന്ന് ഭയങ്കര ഒരു കണ്ട ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. ഇന്നത്തേക്കൊന്നും വേണ്ട ഫുഡ് നിറഞ്ഞു. വീട്ടിൽ കയറി പോയ ഒരാളിവിടെ ഉണ്ട്. പറയാൻ വേണ്ടി ഒരാൾ വീട്ടിൽ കയറി പോയ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മള് സ്വന്തം വാപ്പാരെ പറയണതില്ല, അത് നമ്മൾ ചെല്ലും, അതിലൊരു സംശയം തീർച്ചയായും നമ്മളെ മേത്തു കൂടി ചോര ഇങ്ങനെ ഓടുണ്ടെങ്കിൽ നമ്മൾ ചെന്നിരിക്കും. തൊപ്പി ചെയ്ത 5% ഞാൻ ചെയ്തുകൂടാ. ആളുകൾ എന്തെല്ലാം രൂപത്തിലാക്കി. ഞാൻ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാപ്പാനോ പറഞ്ഞതുകൊണ്ട് ഞാൻ അവരെയാണ് വിളിച്ചിരിക്കണത്, ജനങ്ങളെ ഞാൻ വിളിച്ചിട്ടില്ല. ഇന്ന് എനിക്ക് ടൈമില്ല, ഇന്റെ ബിസിനസ്സും കാര്യങ്ങളും നോക്കിച്ച് അതിന്റെ പുറകെ പോകാനേ സമയമുള്ളൂ. അല്ലാതെ ഇവരൊരു ഒരാളാണ് പോയിക്കാണ്ട് ഷാജാൻ എന്നൊക്കെ പറഞ്ഞാണ്ട് ചെറിയും കാര്യങ്ങളും ഇടുന്നതിന് ഇച്ചു ഓല ബാക്ക് പോയിട്ടുണ്ടെങ്കിലേ എനിക്ക് നടക്കൂല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തേക്ക് ഞാൻ എത്തും. യൂട്യൂബിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റിൽ കൊടുത്തുള്ള ക്യാപ്ഷനാണ്, പലസ്തീനിൽ നടക്കുന്ന പ്രശ്നത്തിന് നേരെ പിന്നെ കേരളത്തിലെ ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് കയറുന്ന ഹമാസി തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ്. ഇതൊക്കെ ജനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് അതിനനുസരിച്ചുള്ള ഭീഷണികളും കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി ഇഷ്ടംപോലെ ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലുപരി ഞാൻ പിന്നെ വണ്ടി എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ എൻ്റെ ഉമ്മയും അനിയത്തിയും പോകുന്ന സമയത്ത് രണ്ടുപേര് ബൈക്കിൽ വന്നിട്ട് അടിച്ച് ഫ്രണ്ട്. ഉമ്മയും അനിയത്തിയും മാത്രമാണ് വണ്ടിയിലുണ്ടായിരുന്നത്, ബ്രോയും ഞാനും വണ്ടിയിലുണ്ടായിരുന്നു. അപ്പൊ ഡ്രൈവ് ചെയ്യണ സമയത്ത് ആരോ വന്ന് ഒരു ഫ്രണ്ട് ഒന്ന് കൈ കാണിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇനി എന്നെ അറിയുന്ന ആരെങ്കിലും ആവുന്ന വിചാരിച്ചു. നാട്ടിലല്ല, ഞാൻ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. ബാക്കിലിരുന്ന ആള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്രണ്ടിലെ ഗ്ലാസ് ചില്ല് വന്ന് അടിച്ച് ഓല് വണ്ടി എടുത്ത് പോയി. അപ്പൊ ഞാൻ ഓല് ബാക്കിൽ ഈ ഫോണിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് അപ്പൊ തന്നെ പോയി. പക്ഷെ അപ്പൊ ബേജാറിൽ എനിക്ക് ഫോൺ തുറന്നിട്ട് കിട്ടുന്നില്ല. അനിയത്തി ഉമ്മയൊക്കെ വണ്ടി ഇരുന്നിട്ട് കരയുന്ന. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കും ഇമോഷണലായി ഞാൻ എനിക്ക് തോന്നി. പക്ഷെ അതിന് വരെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ്. ഞാൻ എന്നെ എന്തൊക്കെ പറയട്ടെ, എന്നെ പല രീതിയിലും എന്നെ അടിച്ചമർത്താൻ നോക്കിയ ഒരു സിറ്റുവേഷൻ. ഹലോ, വെൽക്കം ടു മൈ ഷോ ടോക്ക് വിത്ത് അഖിൽ അറ്റ് നീലക്കുൽ എന്റർടൈൻമെന്റ്സ്. ഇന്ന് നമ്മുടെ കൂടെ രണ്ട് മെയിൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം കത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാളുകളുള്ളത് മിസ്റ്റർ ഷാജഹാൻ ആൻഡ് മിസ്റ്റർ നിഷാൻ. സോ നമ്മൾ വെൽക്കം ചെയ്യാണ് ഷോ. ഹായ്, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു. എന്താണ് വിശേഷങ്ങൾ? എങ്ങനെ പോകുന്നു? കാര്യങ്ങളൊക്കെ സുഖമാണ്, കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഫുൾ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. നിങ്ങൾ രണ്ടുപേരാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. സോ എന്താണ് ഇപ്പൊ എന്താണ് അവസ്ഥ? എങ്ങനെ പോകുന്നു കാര്യങ്ങളെല്ലാം? കുഴപ്പമൊന്നുമില്ല, നമ്മളെ രൂപത്തിൽ നമ്മളെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് എല്ലാത്തിനും ഒരു ഓൾറൗണ്ടർ ആണ് നമ്മൾ കൂടെ ഇരിക്കുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യാത്ത ഒരു ബിസിനസ്സുകാരനാണ്, ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു സ്ട്രീമർ ആണ്. സോ എല്ലാമാണ്. സോ എങ്ങനെ പോകുന്നു കച്ചവടം? എല്ലാം എങ്ങനെ പോകുന്നു? കച്ചവടം കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് തന്നെ ഒരു കാര്യത്തിലോട്ട് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ബാക്കിൽ തന്നെ നടക്കാൻ സമയമില്ല. നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ, കച്ചവടം ഫോക്കസ് ചെയ്യണം. തീർച്ചയായിട്ടും. സോ എന്താണ് ആ വ്യത്യാസം ഇപ്പൊ നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ? ഇപ്പോ ഈ ഒരു ഇതിൽ വന്നപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഇപ്പോ ഭയങ്കര ഒരു റീച്ച് ആണ് ഇപ്പോ. സോ എന്ത് വ്യത്യാസമാണ് പണ്ടത്തെ ഷാജഹാനും ഇന്നത്തെ ഷാജഹാനും ഒരു ഡിഫറൻസ് എന്താണ്? വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഞാൻ എന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ എന്റെ വർക്ക്ഷോപ്പിന്റെ വീഡിയോസ് ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ഏത് വർഷത്തിലായിരുന്നു? ഏതൊരു ടൈം പീരീഡ്? ഏകദേശം ഒരു 1.5 വർഷമായിട്ടുണ്ടാവുള്ളൂ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇപ്പൊ ആക്റ്റീവായി തുടങ്ങിയിട്ട്. ഓക്കെ. ഈ 1 മില്യണിലേക്ക് എത്തിയത് ഒരു 1 ഇയറിലാണ്. ഓ, അതൊരു ഭയങ്കര ഒരു ഇത് തന്നെയല്ലേ? 1 വർഷം 1.5 വർഷത്തിനുള്ളിലാണ് ചെയ്തത്. ഓക്കെ. ഒരു 1.5 വർഷത്തിലാണ് ഇത്രയും മില്യൺ ചെയ്യുന്നത്. വെരി ഗുഡ് തിങ് അല്ലെ? അതൊരു സക്സസ് തന്നെയാണ്. അല്ല, നമുക്ക് ഇനിയിപ്പോ എന്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളതും അങ്ങനെ തന്നെയാണ്. എന്താന്ന് വെച്ചാല് നമ്മളെ പ്രൊഡക്റ്റുകൾ നമ്മൾ തന്നെ പരിചയപ്പെടുത്തിയിട്ട് മുന്നോട്ട് വരുമ്പോ അതിന്റെ ഒരു ജെന്യൂനിറ്റി വേറെ തന്നെയാണ്. സത്യം. ഞാൻ അങ്ങനെ വന്നൊരു വ്യക്തിയാണ്. സോ എന്തൊക്കെ ബിസിനസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്? നിലവിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ബിസിനസ് പോത്തിന്റെ ഫോം ഉണ്ട്. ഇപ്പൊ
പോസ്റ്റ് ഫാം ഉണ്ട്. ഓ നൈസ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മള് വൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാറിന്റെ യൂസ്ഡ് കാർ ഉണ്ട്. ഓ ഓക്കെ. പിന്നെ വൺ ഡ്രൈവ് വർക്ക്ഷോപ്പ് ഉണ്ട്. വൺ ഡ്രൈവിലാണ് തുടങ്ങിയതെന്ന് തോന്നുന്നു അല്ലെ? വൺ ഡ്രൈവ് ആണ് തുടക്കത്തെ സംരംഭം. ഓക്കെ ഓക്കെ. ഇപ്പൊ പോത്തിന്റെ കേസ് പറഞ്ഞോണ്ട് ചോദിക്കുന്നത് ഒരു കൗതുകം കൊണ്ട് ചോദിക്കണാണ്. നമ്മൾ എന്റെ ഒക്കെ പണ്ട് വീട്ടിൽ ഇങ്ങനെ പറയും, ഓ ഇവൻ പോത്താണല്ലോ എന്നൊക്കെ പറയും. സോ ആ ഒരു പേര് ഒരു കൂടെ വെക്കാനുള്ള ഒരു കാരണം, ഒരു പ്രൗഡായി കൂടെ വെക്കാനുള്ള ഒരു റീസൺ അതെന്താണ്? റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ നമ്മളൊരു ഓൾ കേരള ട്രിപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് വണ്ടിക്ക് ജസ്റ്റ് നെയിം ഇട്ടതേ ഉള്ളൂ. പോത്തും കുട്ടികളും ഇപ്പോ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ജസ്റ്റ് ഒരു നെയിം ഇട്ടു. പക്ഷെ ഇങ്ങനെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞാന് എന്താ പറയാ വണ്ടിന്റെ മുന്നിൽ നിന്നിട്ടായിരുന്നു ആ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തത്തിലൊരു പബ്ലിസിറ്റി ആവാൻ ഉണ്ടായ കാരണം. മനസ്സിലായി. സോ നിഷാന്റെ അടുത്ത് വരുമ്പോ നിഷാൻ ഒരു ക്യൂട്ട് ലുക്കിംഗ് ബോയ് ആണ്. എല്ലാവർക്കും പെട്ടെന്ന് ഭയങ്കര ഒരു കണ്ട ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. അല്ല, കുട്ടിയുടെ ഒരാളാണ്. ഇന്നത്തേക്കൊന്നും വേണ്ട ഫുഡ് നിറഞ്ഞു. സോ നിഷാൻ പറയൂ, എങ്ങനെ പോകുന്നു? എന്താണ്? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. എന്താ ഇപ്പൊ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെയാണ് കൂടുതൽ വീഡിയോസ് ചെയ്തോണ്ടിരുന്നത് അല്ലേ? ഇപ്പൊ എന്താണ് ഇങ്ങനത്തെ ബ്യൂട്ടി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോ എന്തൊക്കെ കൂടുതൽ എന്തെങ്കിലും ഒരു പണി കിട്ടിയിട്ടുണ്ടോ? ഈ ഇതെന്തെങ്കിലും യൂസ് ചെയ്തിട്ടോ അപ്ലൈ ചെയ്തിട്ടോ എന്തെങ്കിലും? ഞാൻ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഓൾറെഡി ഞാൻ എന്റെ ബേസിൽ തന്നെ ട്രൈ ചെയ്തിട്ട് യൂസ് ചെയ്യണം. പിന്നെ എല്ലാ പ്രൊഡക്ട്സും ഓൾറെഡി എന്താ പറയാ ക്ലിനിക്കലി പ്രൂവൺ ചെയ്ത പ്രൊഡക്ട്സ് ആണ്. അത് ഫസ്റ്റ് നമ്മൾ സ്വന്തം തന്നെ ഉപയോഗിച്ചതിന് ശേഷമാണ്. അത് വലിയ കാര്യം. കാരണം അത് നമ്മള് അവർക്ക് എന്തെങ്കിലും കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ബാഡ് വന്നു നമ്മളെ ബാധിക്കും. സോ സ്വന്തമായി എന്തുകൊണ്ട് ഒരു ബ്രാൻഡ് മറ്റുള്ളൊരു ബ്രാൻഡിലാണ്ട് സ്വന്തമായി എന്തൊരു ബ്രാൻഡ് ഓപ്പൺ ആക്കാൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. കാരണം എന്താ വെച്ചാല് എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ളത് ഒരു ലിപ്പിന് റെഡ് ആവാനുള്ള ഒരു സംഭവത്തെ കുറിച്ച്. അപ്പൊ ഞാൻ തന്നെ ChatGPT ഒക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബ്രാൻഡ് പിന്നെ ഇതിൽ ലൈസൻസിങ്ങിന് വേണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് ഞാൻ നടന്നുകൊണ്ട് പ്രൊഡക്ഷൻ എല്ലാം സെറ്റ് ആണ്. ഇനി ലൈസൻസിങ് എല്ലാം മാത്രം മതി. ഒറിയ സ്കിൻ കെയർ എന്നാണ് പിന്നെ ബ്രാൻഡ്. ഒറിയ സ്കിൻ കെയർ എന്നാണ്. അത് നമുക്ക് ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം. ഒരു ടൈം എടുക്കും, കോസ്മെറ്റിക്സ് ആയതുകൊണ്ട്. മനസ്സിലായി. സോ എല്ലാരും ഇനി ലിപ്സ് റെഡ് കളർ ലിപ്സ് ആയിരിക്കും നമ്മുടെ ചുറ്റുപാടും മൊത്തം. ഫൈൻ. സോ ഷാജാനടുത്ത് വരുമ്പോ ഒരു വണ്ടി ഭ്രാന്തനാണ്. അതെ അല്ലെ? വണ്ടീനെ അത്രയും ഞാൻ ചെറുപ്പം മുതലേ നമുക്ക് എന്താ പറയാ ഇനിയിപ്പോ ഒരു ബൈക്ക് എടുത്തു കഴിഞ്ഞാലും ഞാൻ പണ്ടൊക്കെ ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു പണ്ട്. അതിന് തന്നെ ഞാൻ ഡബിൾ സൈലൻസർ കാര്യങ്ങള് വണ്ടിനോട് ഒരു ഭയങ്കര ഒരു ഭ്രാന്താണ്. ഏതൊക്കെ വണ്ടികൾ യൂസ് ചെയ്തിട്ടുള്ളത്? ഞാൻ ഇതിന്റെ മുന്നേ എന്റെ അടുത്ത് ക്രെറ്റ ഉണ്ടായിരുന്നു. പിന്നെ ബൈക്കുകൾ ഉണ്ടായിരുന്നു, ഓടി ഉണ്ടായിരുന്നു, BM ഉണ്ടായിരുന്നു. ഷോറൂമിൽ എല്ലാ വണ്ടി ഉണ്ട്. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് കുറച്ച് ഹൈറ്റില് പോണ ഒരു വണ്ടി ഞാൻ ഈ ഒരു താറോക്സിലോട്ട് മാറി. പക്ഷെ താറോക്സിൽ മാറിയപ്പോ ഞാൻ കണ്ടേക്കണാണ് പണ്ടത്തെ വണ്ടിയുടെ മോഡിഫിക്കേഷൻസും ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസും റോഡ് പ്രസൻസും ഉള്ള ഒരു കണ്ടാൽ നമുക്ക് താറും താറോക്സും ഭയങ്കര വ്യത്യാസം. ഒന്ന് നമ്മൾ 5 ഡോർ ആയി, പിന്നെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. സീറ്റിംഗ് ആണെങ്കിലും ഡ്രൈവിങ്ങിന് പക്കയാണ്. സോ എങ്ങനെയാണ് ഈ ഒരു മോഡിഫിക്കേഷൻ ഇഷ്യൂ വന്നത്? എങ്ങനെയായിരുന്നു അതിന്റെ ഒന്ന് പറയാമോ? ഒന്ന് വിശദീകരിച്ച് അതിനെ എത്ര ഞാനിപ്പോ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു താല്പര്യം, ആ താല്പര്യത്തിന്റെ ഇടയിൽ നമ്മൾ ഓരോന്നോരോന്നും ചെയ്യുന്നുള്ളൂ. ഏകദേശം ഇപ്പൊ അതിമ തന്നെ 10 ലക്ഷം രൂപ ഞാൻ കയറ്റി. 10 ലക്ഷം രൂപ മോഡിഫിക്കേഷൻ മാത്രം? പെയിന്റ് എല്ലാം മാറ്റിയതാണോ അതോ പെയിന്റ് ഞാൻ റാപ്പിംഗ് ഇപ്പൊ കുറച്ച് വണ്ടി കാര്യങ്ങളൊക്കെ കുറച്ച് മൊത്തത്തിൽ ഒതുക്കി ഏകദേശം ഒരു 70,000 രൂപയോളം ഫൈൻ കിട്ടിയിട്ടുണ്ട്. 70,000 രൂപ ഫൈൻ കിട്ടിയിട്ടുണ്ട്. ഒരേ ടൈമിലാണോ അതോ പല സമയത്ത്? ഈ വണ്ടി എടുത്തിട്ട് അധികം ഒന്നും ആയിക്കില്ല. പക്ഷെ ഏകദേശം 70,000 രൂപ ഞാൻ ഫൈൻ തന്നെ അടച്ചു. ഇത് നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളെ വന്നത് ഒരു ഇഷ്യൂ ആണോ? നിങ്ങളെ കംപ്ലൈന്റ് സമയത്ത് പറഞ്ഞാൽ ഞാൻ വീലും കാര്യങ്ങളൊക്കെ കുറച്ച് പുറത്തോട്ടായിരുന്നു. പിന്നെ അത് മൊത്തത്തില് ആ കാര്യങ്ങളൊക്കെ ഫുള്ള് സോ അന്ന് ഷാജഹാൻക്ക് അത്രയ്ക്കും റീച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ ഉള്ള റീച്ച് അന്ന് ഉണ്ടായിരുന്നോ? അന്നില്ല, അന്ന് കുറവാണ്. സോ ഇന്നായിരുന്നെങ്കിൽ എന്തായാലും നേരത്തെ മോഡിഫിക്കേഷൻ ഒരു തീരുമാനമാക്കിയത്. ഫൈൻ. ഇനി എന്തെങ്കിലും പുതിയ എന്തെങ്കിലും മോഡിഫിക്കേഷൻ പ്ലാൻസ്? ഇല്ല, എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നമ്മളിപ്പോ ഏതൊരു വണ്ടി ഭ്രാന്തനാണെന്നുണ്ടെങ്കിലും നല്ല രൂപത്തിൽ വണ്ടി കൊണ്ടെടുക്കുക, അല്ലെങ്കിൽ നല്ല രൂപത്തില് അത് വണ്ടി 4 ആളടിയില്ല നല്ല സെറ്റിൽ കൊണ്ടുനടക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് നമ്മളെ
ഈ നമ്മളെ കേരളത്തിൽ നടക്കൂല. അതെ അതെ. അപ്പൊ നമ്മള് എപ്പോ ചെയ്തെന്ന് വെച്ചാൽ മൊത്തത്തില് നമ്മള് ഒന്ന് ഒതുക്കി മൊത്തത്തിലൊരു എന്താ പറയാ കൂടുതൽ ബൾക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മനസ്സിലായി മൊത്തത്തിൽ ക്ലിയർ ചെയ്തു. മനസ്സിലായി. പിന്നെ ഞാൻ ഷാജാൻ കയ്യിൽ കണ്ടേക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തും തുറന്നു പറയാൻ ഒരു പേടിയില്ല. ഇപ്പോ അത് പക്ഷേ നെഗറ്റീവായിട്ടും വരാം അല്ലെ? ഇപ്പൊ ഒന്നാമത്തെ കേസ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ എന്ത് തന്നെ ചെയ്താലും ആളുകൾ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഒരു 100% ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ 90% നല്ലത് പറഞ്ഞാലും എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിക്കാത്ത ആരുണ്ട് അവിടെ? 99 നല്ല കാര്യം ചെയ്താലും ഒരു തെറ്റ് മതി തീർച്ചയായും ഇതാവാൻ. നാളെ ഞാൻ എന്തെങ്കിലും ഒരു ചാരിറ്റിക്ക് ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ ആളുകൾ എന്താ പറയാ റീച്ചിന് വേണ്ടി ചെയ്യാണ്. സത്യം സത്യം അല്ലെ? സത്യം സത്യം അങ്ങനത്തെ പറയുള്ളൂ. അപ്പൊ ആളുകൾ പറയുന്നത് കേട്ടുകാണ് നിന്ന് നമ്മളെ എവിടെ എത്തൂല. നമ്മളെ രീതിക്ക് ജീവിക്കാം. സത്യം. അതിൽ മേലെന്താ ഉള്ളത്? ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോ ഇപ്പൊ റീസെന്റ് ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്. എന്താ പറയാ, ഒരു വണ്ടിയിൽ ഫോർച്യൂണർ, ഇന്ന് ഞാൻ 2 ഫോർച്യൂണർ വിറ്റു, ഇന്ന് എന്റെ ലാഭം 4 ലക്ഷം രൂപയാണ്. ഇത് പറയുമ്പോ ഇത് കേൾക്കുന്ന ക്ലയന്റിനും ഒരു മോശം ഒരു ഫീലിങ്സ് വരും. അയ്യോ എന്റെ ഇത്ര 2 ലക്ഷം രൂപ വെറുതെ പോയല്ലോ എന്നൊരു ചിന്താഗതി വരും. ഇത് നിങ്ങളുടെ ബിസിനസിനെ ബാധിക്കില്ലേ? അല്ല, ബിസിനസ്സിനെ ബാധിക്കാന്ന് ഞാൻ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചാണ് ഞാൻ ഒരു വണ്ടി കൊടുക്കുന്നത്. പിന്നെ ഒരാളിൽ നിന്ന് 6 ലക്ഷം റുപ്യന്റെ വണ്ടി 4 ലക്ഷം റുപ്യക്ക് ഞാൻ വാങ്ങാൻ എന്റെ കഴിവാണ്. അപ്പൊ ബൈങ്ങിലാണ് നിങ്ങൾക്ക് ലാഭം പറഞ്ഞത്. സെല്ലിനൊക്കെ കൂടുതൽ ബൈയിലാണ്. അധികം ഞാൻ പുറത്തുനിന്ന് വണ്ടി എടുക്കുന്നത്. ഡൽഹിയിലൊക്കെ പോയിട്ട് ഒരുപാട് വണ്ടികൾ ഞാൻ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യും. 500 രൂപക്ക് വരെ തർക്കിച്ചിട്ട് 1 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. അത് നിങ്ങൾ എന്താ സത്യം, അത് കഴിവ് തന്നെ. അപ്പോ ഇത് ഞാൻ ക്ലാരിഫൈ ചെയ്യാണ്, ഇത് നിങ്ങളുടെ എന്താ പറയാ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചാണ് ഞാൻ വണ്ടി കസ്റ്റമറിനെ പറ്റിക്കുന്ന പരിപാടിയല്ല. ഇത് ബൈയിങ്ങിലാണ് നിങ്ങൾ ബാർഗൈൻ ചെയ്യുന്നത്. അത് നമ്മുടെ ടാലന്റ്. ഓക്കെ മനസ്സിലായി. സോ അതെ, ഓക്കെ. ചില ഒരു വണ്ടിയൊക്കെ നോക്കാൻ വേണ്ടിട്ട് 400-500 കിലോമീറ്റർ നമ്മൾ ഡൽഹിയിൽ നിന്ന് വേറെ ഉൾറോട്ടിനൊക്കെ പോയിട്ട് ചിലപ്പോ അവിടെ പോകുമ്പോ ചിലപ്പോ ഒരു ട്രൗസർ, ഒരു ഹവായി ചെരുപ്പ്, ഒരു ടീഷർട്ട്, ചിലപ്പോ 2 ദിവസം ഇടും. ആകെ വയർത്ത് കുളിച്ച് അങ്ങനെ നടന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ അവിടെ. ഇതിന്റെ പിന്നിൽ അത്രയും എഫേർട്ട് ഉണ്ട്. പിന്നെ ഡൽഹിയിലൊക്കെ പോയിട്ട് വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല. വേറെ എന്തെങ്കിലും ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ അല്ലേ, അപ്പൊ എന്തെങ്കിലും ഈ ഗുണ്ടായുസങ്ങൾ അങ്ങനെ എന്തെങ്കിലും അവിടെ ഫേസ് ചെയ്ത് എനിക്ക് അങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അവിടെ നമ്മളവിടെ പോണോ, അവിടെ എന്താന്ന് വെച്ചാല് പരിചയമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലെ നമുക്ക് വണ്ടികളും കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കിയിട്ട്. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളൊരു വണ്ടി എടുക്കുമ്പോഴും നമ്മൾ നല്ലോണം നോക്കിയിട്ട് അതിന്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നല്ലോണം ശ്രദ്ധിച്ചെടുക്കുക. ഇന്റെ അടുത്ത് നിന്നാണെങ്കിലും വേറെ ഒരാളെ അടുത്ത് നിന്നാണെങ്കിലും അങ്ങനെ എടുക്കണം. എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും വണ്ടി എടുക്കുമ്പോൾ എന്തായാലും പറഞ്ഞു. അതെ, നിങ്ങൾ വന്നോളൂ, ഒന്നും പ്രശ്നമില്ല. സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും ഉണ്ട്, അതൊക്കെ ഉണ്ടാവും. നമ്മൾ അറിയുന്ന ആളുകൾ വരുമ്പോ എന്തായാലും നമ്മള് എന്തായാലും ഡിസ്കൗണ്ട് നമ്മൾ ചെയ്തു. ഞാൻ കണ്ടിരുന്നു ഒരു ഗിവ് അവേ, ഒരു ഓടി കൊടുത്തത് ഒരു ഫാമിലിക്ക്, ഒരു കുട്ടിക്ക് ഒരു ഓടി നിങ്ങൾ ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പത്തെ വീഡിയോ തോന്നുന്നു. അതൊക്കെ നല്ലൊരു, അതൊക്കെ ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാല് ആളുകൾക്ക് എന്ത് കൊടുത്താലും എനിക്ക് തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ അവനെ കുറ്റം പറയും. നിങ്ങളെന്ന് പറഞ്ഞ നിങ്ങൾക്ക് തന്നെ കിട്ടണം, അല്ലെങ്കിൽ പറയും അത് ഷാജാൻ നാറിയാണ്, ഓന്റെ ഗീവ കിട്ടൂല, കിട്ടൂല. ഏറ്റവും കൂടുതൽ ഗീവേ കൊടുക്കുന്ന ഒരാളാണ് നമ്മളെ കേരളത്തില് ജോജി തമ്പി. മൂപ്പർക്ക് വരെ നെഗറ്റീവ് ഉണ്ട്. അതിന് മേലെ പിന്നെ എന്താ ഉള്ളത്? ഒന്നുമില്ല. അതാണ് സത്യാവസ്ഥ. നമ്മുടെ ഒരു പ്രശ്നമാണത്. പിന്നെ ഷാജാൻക്ക് ഭയങ്കര ലൗഡാ. ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ, ഒരു റീൽ കണ്ടാൽ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത സംഭവമായിരുന്നു. അപ്പൊ ആ റീൽ കണ്ട് ഞാൻ ആ റീൽ ചെക്ക് ചെയ്യാൻ കാരണം തന്നെ പണ്ട് ഭയങ്കര ലൗഡാണ്. അപ്പൊ അത് ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് ആണോ? അത് മാർക്കറ്റിംഗ് ടെക്നിക്ക് ആണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നേരിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താണ് അവർക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ആളെ കാണുന്നതിന് മുന്നേ ആൾക്കെതിരെ നെഗറ്റീവ് കമന്റ് വരെ ഇട്ടാണ് എന്റെ സ്റ്റോറിയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു പ്രശ്നം വന്നപ്പോ ഇന്നെ അറിയുമല്ലോ ആൾക്ക്. ആളെന്നെ പിന്നെ കോണ്ടാക്ട് നമ്പർ അയക്കുന്നു പറഞ്ഞ് കോണ്ടാക്ട് ചെയ്ത് രാവിലെ തന്നെ എന്റെ വീട്ടിൽ വന്നു. ഞാൻ വന്ന് നേരിട്ട് ഞാൻ മൂപ്പരെ കാണുമ്പോഴാണ്. നിങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല? ഇല്ല, ഞാൻ വന്നപ്പോഴാണ് നമ്മൾ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യാൻ ഒരുപാട് ആളുകൾ മടിച്ചിട്ടുണ്ട്. എന്നോട് വരെ ആളുകൾ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ചെയ്യണം, എനിക്ക് ചെയ്യണം എന്നൊരു ആവശ്യം. അപ്പോഴും ഞാൻ ഈ തൊപ്പി ഷാജാനും തമ്മിൽ ഇഷ്യൂസിലാണ് എനിക്ക് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇവന്റെ വീഡിയോ ഞാൻ കാണുന്നത്. അപ്പൊ തന്നെ ഞാൻ ലൈവിൽ ഞാൻ പറഞ്ഞു, ഞാൻ എന്നും മരിക്കുന്നത് വരെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. നമ്മളിപ്പോ നമ്മളൊരു കേരളത്തിൽ ഇനിയിപ്പോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഹിന്ദു ക്രിസ്ത്യന് അല്ലാന്നുണ്ടെങ്കിൽ മുസ്ലിംസ് എന്നുള്ള രൂപത്തിലുള്ള ഒരു സംഘർഷം ഇല്ല. അതായിട്ട് ഇനി ഒരാളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. സോ അഖിൽമാരാര് അതിൽ ഇടപെട്ടത്
ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇഷ്യൂ ഉണ്ട്. ഇല്ലല്ല, ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നെ അഖിൽമാരാർ പറഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത് അദ്ദേഹം സ്റ്റോറീസിൽ ഇങ്ങനെ ഇതുപോലെ പിന്നെ ഇതുപോലുള്ള മത തീവ്രവാദികളെ പിന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ തുരത്തി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെ സ്റ്റോറി ഇട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ ഞാൻ ഒരിക്കലും ഒരു മതത്തെ കുറിച്ചൊന്നും അവിടെ സംസാരിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് വീണ്ടും ഞാൻ റീലിടേണ്ടി വരുന്ന സിറ്റുവേഷൻ. ഇവനൊന്നും അത്ര ഏജ് ഇല്ല, ചെറിയ കുട്ടികളാണ്, ഒക്കെ വളർന്ന് വരികയാണ്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്കുണ്ട് ഇവന്റെ പ്രായമുള്ള അനിയന്മാര്, മനസ്സിലായില്ല, നമുക്ക് നമ്മള് പക്വത ഉള്ള ഒരു പക്വത രൂപത്തിൽ നമ്മൾ സംസാരിക്കാം, അത് ഡീൽ ചെയ്യാം, അത് നല്ല രൂപത്തിലല്ലേ, രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാല് ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ ഇത് മുന്നോട്ട് ഒരിക്കലും ചെയ്യരുത്. നമ്മളെ രീതിക്ക് നമ്മൾ പോവാ, അല്ലാതെ നമ്മളിതൊരു സംഘർഷം, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇങ്ങനെ ഒരു വിഷയവും കാര്യങ്ങളും ഇല്ലാത്തൊരു സംഭവത്തിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ തീർച്ചയായും മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് അദ്ദേഹം യൂട്യൂബിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റിൽ കൊടുത്തുള്ള ക്യാപ്ഷനാണ് പലസ്തീനിൽ നടക്കുന്ന പ്രശ്നത്തിന് നേരെ പിന്നെ കേരളത്തിലെ ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് കയറുന്ന ഹമാസി തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ്. ഇതൊക്കെ ജനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് അതിനനുസരിച്ചുള്ള ഭീഷണികളും കാര്യങ്ങളും വന്നിരുന്നു ഇഷ്ടംപോലെ. സോഷ്യൽ മീഡിയ വഴി ഇഷ്ടംപോലെ ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലുപരി ഞാന് പിന്നെ വണ്ടി എന്റെ ഫാമിലി ആയിട്ട് ഞാൻ എന്റെ ഉമ്മയും അനിയത്തിയും പോകുന്ന സമയത്ത് രണ്ടുപേര് ബൈക്കിൽ വന്നിട്ട് അടിച്ച് ഫ്രണ്ട്. ഉമ്മയും അനിയത്തിയും മാത്രമാണ് വണ്ടിയിലുണ്ടായിരുന്നത്, ഞാനും വണ്ടിയിലുണ്ടായിരുന്നു. അപ്പൊ ഡ്രൈവ് ചെയ്യണ സമയത്ത് ആരോ വന്ന് ബാക്കിൽ നിന്ന് വന്നു. പിന്നെ ഞാൻ കൈ മനസ്സിലായിട്ട് വന്നേ വണ്ടിയെല്ലാം. അതെ അതെ, ഒരു ഫ്രണ്ട് ഒന്ന് കൈ കാണിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നെ അറിയുന്ന ആരെങ്കിലും ആവുന്ന വിചാരിച്ചു. നാട്ടിലല്ല, ഞാൻ ഉമ്മാടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അറിയുന്ന ആരെങ്കിലും ആവുന്ന വിചാരിച്ചിട്ട് ഞാന് പിന്നെ സൈഡാക്കി കൊടുത്തു. ബാക്കിലിരുന്ന ആള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്രണ്ടിലെ ഗ്ലാസ് ചില്ല് മുന്നിൽ വന്നു. ബൈക്കിലായിരുന്നു. രണ്ടുപേരും ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. ഓല് വണ്ടി എടുത്ത് പോയി. അപ്പൊ ഞാൻ ഓല് ബാക്കിൽ ഈ ഫോണിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് അപ്പൊ തന്നെ പോയി. പക്ഷെ അപ്പൊ ബേജാറിൽ എനിക്ക് ഫോൺ തുറന്നിട്ട് കിട്ടുന്നില്ല. എന്തായാലും ഒരാളെ അടിക്കാൻ വരുമ്പോ ഒരാളെ നമ്മൾ അടിക്കാൻ വരുമ്പോൾ ഒരു ഫീലിങ്സ് നമുക്കേ അറിയുള്ളൂ. പിന്നെ അത് മാത്രല്ല, ഫാമിലി ഉണ്ട്, ഉമ്മയുണ്ട്, അനിയത്തി ഉമ്മയൊക്കെ വണ്ടി ഇരുന്നിട്ട് കരയുന്ന. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കും ഇമോഷണൽ ആയി ഞാൻ എനിക്ക് തോന്നി. ഞാൻ അപ്പൊ തന്നെ ഫോൺ എടുത്തിട്ടാണ് ആ വീഡിയോ. അതാണ് ഷാജാനക്ക് കാണുന്നത്. അല്ല അത് ഭയങ്കര ഒരു ടച്ചിങ് ഇത് തന്നെയായിരുന്നു. പക്ഷെ അതിന് വരെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ്. ഞാൻ എന്നെ എന്തൊക്കെ പറയട്ടെ, എന്നെ പല രീതിയിലും എന്നെ അടിച്ചമർത്താൻ നോക്കിയ സിറ്റുവേഷൻ ആണ്. ഇത് ഈ മുമ്പ് പറഞ്ഞ ആളുകളാണെന്നാണോ ബ്രോന്റെ ഒരു വിശ്വാസം? ഇപ്പോ എങ്ങനെയാണ്? അല്ല, നമ്മളാളെ പിടിച്ചു ഒക്കെ വേണ്ട രീതിയിൽ പോലീസില് നമ്മള് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ അപ്പൊ തന്നെ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് എന്റെ ഉപ്പ ഗൾഫിലുള്ളത്. അപ്പൊ ആള് പെട്ടെന്ന് ടെൻഷനായി. അതിൽ ഞാൻ ഇവരെ ഫാമിലി ആയിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് പോകുന്നപ്പോ ഉപ്പ പറഞ്ഞ് വേണ്ട, ഈ വീട്ടിലേക്ക് തന്നെ ഓരോ കൊണ്ടിട്ട് വീട്ടിലേക്ക് ബാക്കി പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിക്ക് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ പോണ വഴിക്കിൽ ഇടവണ്ണ എത്തിയപ്പോ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് കാര്യം സൂചിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇനിയിപ്പോ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും, കാരണം എന്റെ ഉപ്പ അവിടെ അല്ല, ഞാൻ ഇവിടെ, എനിക്ക് ഇന്നിങ്ങനെ ഒരു ആക്രമണം വന്നിട്ടുണ്ടെങ്കിൽ നാളെ എന്റെ മേലിലേക്ക് ആക്രമണം വന്നുകൂടാനില്ല. അപ്പൊ നമ്മൾ അങ്ങനെ അവര് പ്ലാൻഡ് ആയിരിക്കില്ലേ, അല്ലാണ്ട് ഒരു ടൂളും കയ്യിൽ വെച്ച് വന്ന് അടിച്ചു പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മുന്നേ ഒരു ഉള്ളിലൊരു പിന്നെ ഇതുണ്ടായിരുന്നു. അത് ഓൾറെഡി അവർ പ്ലാൻ ചെയ്ത് സ്കെച്ച് ചെയ്ത് വന്നതാണ് നമുക്ക് കരുതാൻ അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന് ശേഷമാണ് ഷാജനക്കയുടെ എൻട്രി, മറ്റേ ബോസ് എൻട്രി. രാവിലെ തന്നെ വന്ന് ഞാൻ ഒരിക്കലും ആളെനിക്ക് മെസ്സേജ് അയച്ച് പിന്നെ ഈ എന്റെ നമ്പർ അയക്കടാ, പിന്നെ എന്താ ഇഷ്യൂ എന്നൊക്കെ ചോദിച്ചു. അല്ലെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞു. അപ്പൊ ആൾക്ക് മെസ്സേജ് അയച്ച പോലും ഞാൻ വിചാരിക്കുന്നില്ല ആളിവിടെ വരുന്നത്. പിന്നെ എന്നോട് പറഞ്ഞ ലൊക്കേഷൻ അയക്കാറ്, ഞാൻ അപ്പോഴും മെയിൻ ആക്കുന്നില്ല. പിന്നെ ആള് ഇവിടെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് നിൽക്കുമ്പോഴേ ഞാൻ തന്നെ അന്ന് വിട്ടുപോയി. രാവിലെ നമ്മളിനി നിശാനെന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്ന ഉപകാരം ഞാൻ ആർക്കും ചെയ്യും. അതെ, അതിന്റെ ചോദ്യം അതായിരുന്നു. അതിലൊരു സംശയമില്ല, നീതി എവിടെയാണോ അവിടെ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ മുന്നേ ഈ ഫലസ്തീൻ അനുകൂലമായിട്ട് വീഡിയോ ചെയ്ത സമയത്ത് എന്നെ ഈ തീവ്രവാദി മതത്തിന്റെ ആ ഒരു രീതിയിലേക്ക് കുറെ ആളുകൾ കൺവേർട്ട് ചെയ്യാൻ നോക്കിയ സമയത്ത്
പിന്നെ ഞാൻ കുറെ എനിക്ക് പരിചയത്തിലുള്ളവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഇതുപോലെ ഒരു ഇതാക്കുന്നുണ്ട്, അതിന്റെ ക്ലാരിഫിക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ, ഞാൻ ഇങ്ങനെ മതത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലാണ്. അപ്പൊ ആ ഒരു സംഭവം മേ ബി അറിയില്ല, അഖിൽമാരാറിനെതിരെ കൊണ്ടാണോ അതോ ഇനി ഇപ്പോ വേറെ എന്തെങ്കിലും പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല, ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അന്ന് പിന്നെ ഷാജഹാൻ ഖാന്റെ പിന്നെ ടീമിലുള്ള ഏതൊരു ചെക്കനെ വിളിക്കുന്നത്. അവനോട് വിളിച്ചാണ്ട് അവര് ഷാജഹാൻ ഖാൻ ഇവിടെ പറഞ്ഞപ്പം അങ്ങനെയാണ് അന്ന് ലൈവിൽ ഫസ്റ്റ് ടൈം എനിക്ക് അനുകൂലമായിട്ട് ഷാജഹാൻ ഖാൻ ആകെ ഒരു ഇത് പറഞ്ഞിട്ടുള്ളത്. ഇന്നും പറയാം ഇനിയിപ്പോ നമ്മള് മരിക്കേണ്ടി വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മള് പലസ്തീനെ സപ്പോർട്ടീവായിട്ട് തന്നെ നമ്മൾ ഇനി മുന്നോട്ട് പോകും. നമ്മൾ ഈ ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ മരണപ്പെടുന്നതും കാണുമ്പോൾ നമുക്കുണ്ട് മക്കള്, നമുക്കൊരു ഫീലിങ്സ് എന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഫ്രണ്ട്സ് ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ നമ്മൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആ ഒരു സംഭവത്തിലേക്ക് മാറ്റാതെ നമ്മളെ കൊണ്ട് കഴിയും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാം. അതിന് ഒരു ഉറുപ്പിയാണെങ്കിൽ ഒരു ഉറുപ്പില്ല. കാരണം അവിടുത്തെ സിറ്റുവേഷൻ വളരെ പേടാണ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പലസ്തീനിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് എനിക്കെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് ഇത് കാണുമ്പോ നമ്മളിത് കാണുമ്പോ നമുക്ക് ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങളിപ്പോ PSG ഗാങ്സ് ഇപ്പൊ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് വേണ്ടിട്ട് ഒരു പിന്നെ ഒരു എമൗണ്ട് നമ്മളതായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊരു ക്യാമ്പയിൻ ആയിട്ട് കൊണ്ടുപോകാനൊരു പ്ലാനിങ് ഉണ്ട്. സോ ഇപ്പോ അതിനുശേഷമാണ് ഈ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം ഉണ്ടാവുന്നത്. നിങ്ങൾ ആളെ കണ്ടുപിടിക്കുന്നു, ആളെ ഉപദ്രവിക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അവരിതിനെതിരെ ഒന്നും നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇവർ നമ്മൾ CCTV പോയിട്ട് ചെക്ക് ചെയ്ത് ഷോപ്പിൽ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ CCTV പോയി ചെക്ക് ചെയ്തപ്പം ഒരു നിലക്കും ഇവർ രണ്ടുപേരും ഹെൽമെറ്റ് ഇട്ടുണ്ട്, പിന്നെ ഇട്ടിട്ടുണ്ട്, എന്താ പറയാ ജാക്കറ്റ് ഇട്ടുണ്ട്. അപ്പം ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടില് ചെറിയ ലൈറ്റ് ഉണ്ടാവല്ലോ, ചെറിയ ലൈറ്റിന്റെ കളർ ബ്ലൂ ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങള് ആദ്യത്തെ ദിവസം ഇറങ്ങിയിട്ട് എല്ലായിടത്തും പറഞ്ഞു പോയി എങ്ങനെ വണ്ടിയില്ല എവിടെ ഉണ്ടോ. അപ്പൊ അവിടുന്ന് ഒരുത്തം പറഞ്ഞ് പിന്നെ അങ്ങനെ ഒന്നുണ്ട്, അതാണ് കൺഫേം ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആളെ ഏകദേശം ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട്, കൺഫേം ആയിട്ടേ പുറത്തു വിടുള്ളൂ. അപ്പൊ ഇതിന് അഖിൽമാരാറിനെ എല്ലാവരും പാടെ കുറ്റം പറഞ്ഞിട്ട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഖിൽമാരാറെ എനിക്ക് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഞാൻ ഭയങ്കര ഇത് എനിക്ക് ഇതാവുണ്ട്, അപ്പൊ ഈ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഓക്കെ ഞാൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ട് അത് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാല് അദ്ദേഹത്തിന് നേരെ അദ്ദേഹം എനിക്ക് ഈ വീഡിയോ ഞാൻ കരയുന്ന വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടു. മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു മോനെ നീ എന്റെ ഒരു അനിയനെ പോലെ കണ്ട് നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോണ്ടു, പിന്നെ ഞാൻ ഒരു ചേട്ടനെ പോലെ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അതിന് മുന്നേ ആദ്യം എന്നോട് വിളിക്കാൻ പറഞ്ഞ സമയത്ത് നമ്പർ അയച്ചപ്പോ ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്തു. പിന്നെ ആള് പിന്നെ ഇതേപോലെ കാര്യം പറഞ്ഞു. പിറ്റേ ദിവസം വിളിച്ചിട്ട് എന്നെയാണ് എല്ലാരും കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് നമ്മള് കാരണം വെറുതെ നിരപരാധിയായിട്ടുള്ള ഒരാള് ബുദ്ധിമുട്ടുന്നത് ശരിയല്ലല്ലോ. അല്ല അത് അഖിൽമാരാറല്ല. പക്ഷെ ഇത് പിന്നെ ഈ ഒരു ഇഷ്യൂവിന്റെ ബേസിൽ ഓനക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ്. ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അഖിൽമാരാരുടെ ഫാൻസോ അഖിൽമാരാറിന്റെ ഫാൻസ് എന്നല്ല. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെക്കനായിട്ട് ഞങ്ങൾ ചോദിച്ചതിന്റെ വീഡിയോസും കാര്യങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അവന്റെ വീട്ടില് ഭയങ്കര പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. പിന്നെ എന്റെ ഉപ്പ പക്ഷെ ഈ പ്രയാസപ്പെട്ട ആളുകള് നമ്മള് ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോ ഈ പ്രയാസപ്പെട്ട ആളുകൾ തന്നെയല്ലേ വന്ന് ഉപദ്രവിച്ചതും. അതെ, അതിന് നല്ല വൃത്തിക്ക് ഷാജഹാൻക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ പുറത്ത് കൊണ്ടുവരേണ്ടതല്ലേ ഒരു അതല്ല അതെന്താ ചെയ്തില്ല. ആ വീഡിയോ ഉണ്ടല്ലോ അങ്ങനല്ല. ആ വീഡിയോയിൽ ഞാൻ തന്നെ പറയുന്നുണ്ട് അവനെ അടിക്കുന്ന സമയത്ത് നിന്നെ കേരളം മൊത്തം ഞാൻ കാണിക്കുന്നുള്ള ഒരു കാര്യം ഇതാകും. പിന്നെ ഓന്റെ പിന്നെ അമ്മന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ സംസാരിച്ച സമയത്ത് വിഷയം എന്താ അറിയോ, നമ്മളെ ആവേശത്തില് നമ്മൾ ഇവന്റെ ഫേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ മറ്റന്നാളെ ഈ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയോ? ഇല്ല. പക്ഷെ അതേസമയം ഇല്ല അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം പുറത്ത് വേറെ രീതിയിൽ സംസാരിക്കണ്ടല്ലോ. പുറത്ത് ആള് സംസാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നിങ്ങളുടെ സ്ക്രിപ്റ്റഡ് സംഭവം ആളുകൾ പറയുന്നുണ്ട്. ഈ ആളെ വ്യക്തമാക്കിയില്ലെങ്കിൽ അത് അവര് പറയുന്നത് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറയുന്നതാണെന്നുള്ളത് 100% എനിക്കറിയാം. പിന്നെ ഒരു കാര്യം, ഒരാളെയും കുറ്റം പറയാതെ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് ഒരാളെ പച്ചർച്ചി തിന്നാതെ വ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് ഹനാൻ ഷാ. ഈ ഹനാൻ ഷാന്റെ കുറ്റം വരെ പിടിക്കുന്ന ആൾക്കാരാണ് ഓരോരുത്തരും. കുറ്റം പറയാൻ 100 കാരണങ്ങൾ, അതൊന്നും നെഗറ്റീവ് നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കാര്യങ്ങള് നമ്മൾ ഇവനെ അടിച്ചതിനുള്ളത് കൊടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മളെ
എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചാ പിന്നെ മാറൂല. പക്ഷെ ഇത് ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് ആ സമയത്ത് ആലോചിക്കുന്നില്ല ഞാൻ ചോദിക്കണേ. അതിപ്പോ എന്ന് പറഞ്ഞാല് പല ജാതി പല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആളൊരു തെറ്റിദ്ധാരണന്റെ പുറത്ത് പല വാപ്പമാരെ മക്കളാകുമ്പോ എന്റെ ബുദ്ധി ചിലപ്പോ അവർക്ക് ഉണ്ടാവില്ല, നിങ്ങളെ ബുദ്ധി ചിലപ്പോ എനിക്ക് ഉണ്ടാവില്ല. അതെ, നമ്മള് പറയാം തെറ്റിദ്ധാരണന്റെ പുറത്ത് ചെയ്തതാണ്. അഥവാ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് കുറെ യൂട്യൂബിലെ വ്ളോഗേഴ്സ് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് അഖിൽമാരാറിന്റെ കുടുംബത്തിന് വധഭീഷണി, അഖിൽമാരാറിന് വധഭീഷണി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഘടനകളും പറഞ്ഞിരുന്നു. സംഘടനകളല്ല, അഖിൽമാരാറിന്റെ കുടുംബത്തിന് വധഭീഷണി, അമ്മയെ പോലും വെറുതെ വിടുന്നില്ല എന്ന് പറഞ്ഞാണ്ട് ഒക്കെ ഓരോരുത്തർ തമ്മിൽ കൊടുത്തിട്ട് അവർക്ക് റീച്ചിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഈ ജനങ്ങൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഖിൽമാരാറിനെതിരെ ഞാൻ വധഭീഷണി മുഴക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ എന്തെങ്കിലും സത്യം പറഞ്ഞാൽ ഞാനും അഖിൽമാരാറും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നല്ലാതെ ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഷാജഹാൻ ഖാനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. മൂപ്പര് നല്ല ഡീസന്റ് രൂപത്തിലാണ് എന്ത് വിഷയത്തിനും നിങ്ങളെ കൂടെ നമ്മൾ നിങ്ങളെ ഏത് രൂപത്തിലും മുന്നോട്ട് പോയിക്കോളൂ. നമ്മള് ഷാജഹാൻ ബ്രോജ് എന്തായാലും കണ്ടുപിടിക്കണം എന്നുള്ള രൂപത്തിൽ മൂപ്പര് പക്കാ ഡീസന്റ് ആയിരുന്നു. ആദ്യം കൂടായിരുന്നു. ആൾ വിളിച്ചപ്പോ ഒരു ഡൗട്ട് കിടക്കണ്ടല്ലോ, ആണോ എന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ട്. ആളുകൾ ചിന്തിച്ച് കൂട്ടല്ലേ, ആളുകൾ ചിന്തിച്ച് കൂട്ടണേ നമ്മുടെ തലയിലേക്ക് നമ്മളെന്താ ചെയ്യാ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മൊത്തത്തില് ആളുകൾ ഓരോന്ന് പറഞ്ഞിട്ട് ചെയ്യണം. പിന്നെ മനസ്സിൽ എന്താ തോന്നി ഞാൻ അതേപോലെ വീഡിയോ ചെയ്യണം, നിങ്ങളെ മനസ്സിൽ എന്താ തോന്നി നിങ്ങൾ അതേപോലെ നിങ്ങൾ വീഡിയോ ചെയ്യണം. അങ്ങനെ 10 ആള് 10 വാപ്പമാരെ മക്കള് 10 രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മളത് മൈൻഡ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ. അതാണ് എന്റെ സത്യം. അപ്പൊ ഇനി എന്തായാലും അദ്ദേഹത്തിന് പുറത്തോട്ട് കൊണ്ടുവരില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു. കൊണ്ടുവരണില്ല, ഒരു ഇഷ്യൂ വേണ്ട. അപ്പൊ രണ്ടാമത്തെ ആളവിടെ രണ്ടാമത്തെ ആളെ ഞങ്ങള് ആളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. ആള് അത്യാവശ്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആൾ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ തന്നെ ആളില്ല. നമുക്ക് പിന്നെ വീട്ടിൽ കേറിയിട്ട് തരാനൊന്നും പറ്റൂലല്ലോ. വീട്ടിൽ കയറി പോയ ഒരാളിവിടെ ഉണ്ട്. പറയാൻ വേണ്ടി ആള് വീട്ടിൽ കയറി പോയ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. തൊപ്പിന്റെ അല്ല അതൊക്കെ സംഭവം കേട്ടോ. കാരണം രാത്രിക്ക് രാത്രി ആ കാര്യത്തിലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു കേസിലോ അല്ലെങ്കിൽ പെറ്റി കേസ് വരെ എന്റെ പേരിലില്ല. അത് നിങ്ങളുടെ ബ്രില്യൻസ്, മനസ്സിലായോ? എന്റെ പേരിലില്ല. പിന്നെന്ന് പറയണ്ടേ നമ്മള് സ്വന്തം വാപ്പാരെ പറയണതില്ല, അത് നമ്മൾ ചെല്ലും. അതിലൊരു സംശയം തീർച്ചയായും നമ്മളെ മേത്ത് കൂടി ചോര ഇങ്ങനെ ഓടുണ്ടെങ്കിൽ നമ്മൾ ചെന്നിരിക്കും. അതൊരു ഫണ്ണായി തുടങ്ങി അത് എവിടേക്കോ എത്തിയില്ലേ. ഇപ്പോഴും പിടിച്ചു പോയി. സോഷ്യൽ മീഡിയ വലിയ സംഭവമാക്കി എടുത്ത് അത് ഇങ്ങോട്ട് ഓലെന്നെ ഇങ്ങോട്ട് മൊത്തത്തിൽ കത്തിച്ച് എന്തൊക്കെ ഇങ്ങോട്ട് ആക്കി എത്ര ദിവസം അതൊക്കെ ഓടിയത്. പക്ഷെ അതുകൊണ്ട് ഒരു മൈലേജും കിട്ടിയിട്ടില്ലേ? കാരണം ഞാൻ ചോദിക്കുന്നത് നെഗറ്റീവ് നെഗറ്റീവ് ഇതായിട്ടാണ്. ഞാൻ എന്റെ വീഡിയോസ് ചെയ്യണതും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു തെറി കമന്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഇവനത് സംഭവം ഇങ്ങനെ കാണിച്ചപ്പോ പിന്നെ അത് ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാല് വാപ്പ മരണപ്പെട്ടു എന്നുള്ള സംഭവമാണ് എനിക്ക് അത്രയും പ്രഷർ ആവാൻ ഞാൻ കാരണം. അങ്ങനെ വിളിച്ചതുകൊണ്ട് മനസ്സിലായി. അങ്ങനെ നമ്മള് എന്റെ മുന്നിൽ ഒരാള് വിളിക്കുകയാണെങ്കിൽ ഞാൻ അവനെ വിടൂല, ഒരു സംശയം വേണ്ട വിടൂല. അല്ല അവിടെ എത്തിയപ്പോ ഇവരൊക്കെ ഉണ്ടോ? അവിടെ എല്ലാരും ഓരോ വീട്ടിലുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണില്ല. അവിടെ ഒരു പയ്യ അതേപോലെ നമ്മളെ കണ്ടിട്ട് ഇറങ്ങി വന്നിരുന്നു. അപ്പൊ ഇവരൊക്കെ എവിടെയെന്ന് വെച്ചപ്പോ ജിമ്മിന് പോയായിരുന്നു. അപ്പൊ എല്ലാരും ജനലിനുള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണു. അതൊക്കെ കഴിഞ്ഞ കഥകൾ. ഇനിയിപ്പോ അതൊന്നും ഇപ്പൊ നമ്മള് പറയണ്ട, എനിക്ക് താല്പര്യമില്ല അതിനെ പറ്റി പറയാനും. പക്ഷെ അതിനുശേഷമല്ലേ ഞാൻ ഒറ്റ കാര്യം, അതിനുശേഷമാണല്ലോ ഇപ്പൊ PSG എന്ന് പറഞ്ഞ ഗ്യാങ് വരുന്നത്. ഇപ്പൊ പറഞ്ഞ ഇപ്പൊ ഈ ഒരു ഗ്യാങ് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ ഇവന്റെ എതിരെ ഞാന് തിരിയാൻ വേണ്ടിട്ടാണ് ഈ ക്യാമറയും PC കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ഞാൻ ഓനെ അവരെന്താണോ പറയാ അതിന് മറുപടി കൊടുക്കണല്ലോ. മനസ്സിലായി. അതെ, അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ട്രീമിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി. ഇവർക്ക് മറുപടി ആയിട്ടാണ് സ്ട്രീമിംഗിലേക്ക് വരുന്നത്. അതെ, കാരണം ഞാൻ നോക്കുമ്പോ ഒരു ഇതിൽ നിന്നാണ് ഒറ്റടിക്ക് ഒരു 1 മില്യൺ അടിക്കുന്നു. ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞ് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു ഒരു 1 മില്യൺ. അതൊക്കെ ഒരു ഭയങ്കര റീച്ച് തന്നെയല്ലേ. ഇപ്പൊ ഓരോ വീഡിയോ എടുത്താലും എല്ലാം മില്യൺസ് ആണ്. പണ്ട് കെ കണക്കിൽ ഉണ്ടായിരുന്നത് ഇന്ന് എല്ലാം മില്യൺസിലാണ്. സോ അത് എങ്ങനെ കാണുന്നില്ല, കാണല്ല, ഒരു നെഗറ്റീവ് ഒരു ഇതാണ്. അങ്ങനെ നെഗറ്റീവ് ഉണ്ടായിട്ട് നമ്മള് മില്യനുകൾ ഉണ്ടായിരിക്കുന്ന കാര്യമില്ല. ഞാൻ അങ്ങനെ എന്താ പറയാ ഉള്ളതാണെന്നുണ്ടെങ്കിൽ വൃത്തിക്ക് നല്ല രൂപത്തില് മുന്നോട്ട് പോവാ എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇവനിപ്പോ ഇങ്ങനെ തെറി വിളിച്ചു, ഇവനിപ്പോ അത് എല്ലാരും തെറി വിളിക്കുന്ന ഒരാളാണ് ഈ തൊപ്പി എന്ന് പറഞ്ഞ ഒരാള്. ഇതിന്റെ മുന്നേ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അമ്മാതിരി കോപ്രായത്തിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. തൊപ്പി ചെയ്ത 5% ഞാൻ ചെയ്തു. ആളുകൾ എന്തെല്ലാം രൂപത്തിലാക്കി
ഞാൻ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ വാപ്പാനോ പറഞ്ഞതുകൊണ്ട് ഞാൻ അവരെയാണ് വിളിച്ചിരിക്കണത്, ജനങ്ങളെ ഞാൻ വിളിച്ചിട്ടില്ല. അല്ലേ? പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ ഗ്യാങ്ങിൽ ഇപ്പൊ നമ്മള് ഇത് കാണുമ്പോ, സ്ട്രീമിംഗ് കാണുമ്പോ, നമ്മുടെ ഇപ്പൊ കൂടെ ഉള്ളവരാണെങ്കിലും ഇപ്പൊ കുറെ പേരായിട്ട് പോയി തുടങ്ങി. ഇപ്പൊ ഒന്ന് കഴിഞ്ഞ് ഇപ്പൊ ആദമായിക്കോട്ടെ, ഇപ്പൊ ഈ പറഞ്ഞ മുക്കൂത്തി വരെ, ചുങ്കത്തറ, മുക്കൂത്തി, അജു, എല്ലാരും പോയി. ഇതിന്റെ കാരണം എന്താ? ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല് ഇന്റെ അടുത്ത് വരുമ്പോ തന്നെ ഓൽക്ക് വേറെ സ്ട്രീമിങ് തുടങ്ങണം, വലിയ വലിയ ആഗ്രഹങ്ങളാണ്. വേറെ സ്ട്രീമിങ് ഓല് തുടങ്ങുകയാണെങ്കിൽ തുടങ്ങിക്കോട്ടെ, അതൊക്കെ ഓരോ ഇഷ്ടങ്ങളാണ്. പക്ഷെ നമ്മളെ ടീമിക്ക് നമ്മളൊരാളെ നമ്മള് എടുക്കുന്ന സമയത്ത് ഓലെ നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരാളാവണം എന്ന് നമുക്ക് തോന്നണം. തീർച്ചയായും. അല്ലെങ്കിൽ നിങ്ങൾ നിർത്തുവോ? ഞങ്ങൾ എടുത്തു വന്നു കഴിഞ്ഞാല് ഞാൻ നിങ്ങളെ കൂടെ കട്ടക്ക് നിൽക്കാത്തൊരു വ്യക്തിയാണ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഒഴിവാക്കും. അത്ര ഞാൻ ചെയ്യുള്ളൂ. പറയുന്നത് അവരായിട്ട് ഇറങ്ങിപ്പോയിന്നല്ലേ പറയണേ, അത് അവരുടെ വേർഷനല്ലേ. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയില് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇതില് ഞാൻ എന്താ പറയണോ അതന്നല്ലേ, അതാണല്ലോ. ഓൾക്ക് എന്തും പറയാം. അതിനൊന്നും ഇപ്പൊ നമ്മള് പ്രതികരിച്ചുകൊണ്ട് ഓലെ പുറകെ പോവാനൊന്നും ഇന്ന് എനിക്ക് സമയമില്ല, മനസ്സിലായോ? ഇന്ന് എനിക്ക് ടൈമില്ല. ഇന്റെ ബിസിനസ്സും കാര്യങ്ങളും നോക്കിച്ച് അതിന്റെ പുറകെ പോകാനേ സമയമുള്ളൂ. അല്ലാതെ ഒരാളാണ് പോയിക്കാണ്ട് ഷാജാൻ എന്നൊക്കെ പറഞ്ഞാണ്ട് ചെറിയും കാര്യങ്ങളും ഇടുന്നതിന് ഇച്ചു ഓലെ ബാക്കിൽ പോയിട്ടുണ്ടെങ്കിലേ എനിക്ക് നടക്കൂല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തേക്ക് ഞാൻ എത്തും. അവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. അല്ലാതെ കണ്ണി കണ്ടൂല അവിടെ തെറി കയറണം, ഇവിടെ തെറി കയറണം. കുറെ ആൾക്കാർ വിളിച്ചു പറയണമെന്നല്ലേ, മറ്റോ വീഡിയോ ഇട്ടോ ഓൻ വീഡിയോ ഇട്ടോട്ടെ, അങ്ങനെ എനിക്കെന്താ കല്ലി കൊല്ലി മാഫി മുഷ്കിൽ. പുള്ളി ഇക്കയുടെ ഒരു വിളിച്ചൊരു കോളും കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ പല റെക്കോർഡിന്റെ അടുത്തുണ്ട്. അതൊക്കെ നമ്മള് ഒരാള് നമ്മളെ അടുത്ത് വന്ന് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അടുത്ത് വരികയാണ്, ഒരു 15 ദിവസം ഞാൻ നിങ്ങളെ അടുത്ത് നിൽക്കുകയാണ്. ഈ 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ റിട്ടേൺ പോയിട്ട് നിങ്ങൾ മോശമാണ്, ആള് നായിയാണ്, ആള് പന്നിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ക്വാളിറ്റി നിങ്ങൾ അളക്കണം. മനസ്സിലായോ? ഒരു നേരത്തെ ഒരു ഭക്ഷണമെങ്കിലും ഞാൻ നിങ്ങളെ അടുത്ത് വന്ന് കഴിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരു പട്ടിക്ക് ആ ഒരു ഭക്ഷണം ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ആ പട്ടി നിങ്ങളെ കാണുമ്പോ വാലാട്ടും. കേട്ടോ? അതാണ് മനുഷ്യരും പട്ടിയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ചോദിക്കട്ടെ, ഇത് എനിക്ക് കൂടുതൽ ഫാമിലി ഓഡിയൻസ് ഒക്കെ ഉള്ളതല്ലേ, സ്ട്രീമിങ്ങിലുള്ളതാണ്. പക്ഷെ ഈ ഒരു ഇതിലിരിക്കുമ്പോ സംസാരിക്കുന്ന കുറെ ഭാഷകൾ, കാരണം ഇക്ക ഇത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾ, ഇക്കയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമുക്ക് നേരത്തെ അറിയില്ല. പക്ഷെ ഇക്കയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യൻ. ഇദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ട്രീമിങ്ങിൽ കൂടെ ഉള്ളവർ, ഇപ്പൊ ഉള്ളവരല്ല, ചിലപ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾ, ഇവര് ഭയങ്കര മോശമായി സംസാരിക്കുന്നു, തെറി വിളിക്കുന്നു, അത് പറയുന്നു. ഇത് പറയുമ്പോ എന്തുകൊണ്ട് ഇത്രയും ഒരു മെച്ചുവേർഡ് ആയ ഒരാൾ എന്തുകൊണ്ട് സ്റ്റോപ്പ്? ഞാൻ തെറി വിളിക്കണ്ടെന്ന് ഇവരോട് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ മൂക്കുത്തിനോട് വരെ ഞാൻ പറഞ്ഞു, തെറി വിളിച്ചുള്ള വീഡിയോ നമ്മളെ ഗ്യാങ്ങിൽ നിൽക്കുമ്പോൾ നീ ചെയ്യരുത്. അപ്പൊ അത് ഇന്റെ കണ്ടന്റ് ആണ്, ആ കണ്ടന്റ് ഇവിടെ നടക്കൂല. ഓലിഞ്ഞിപ്പോ എന്താ വീഡിയോ അതൊന്നും ഇപ്പൊ നമ്മൾക്ക് ഇത് നോക്കണ. പക്ഷെ അവന്റെ കണ്ടന്റ് ആണെങ്കിൽ അവന്റെ നാട്ടിൽ പോയി കണ്ടോ, എവിടെ ചോൻ പോയിക്കാണ്ട് ചെയ്തോട്ടെ. നമ്മളെ ഈ ഒരു PSG എന്നുള്ള ഒരു നെയിം വെച്ചിട്ടോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ തെറികൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചില ആളുകള് പല തെറികളും പല കാര്യങ്ങളും പറഞ്ഞിടുന്നുണ്ട്. നമ്മളെ സായിപ്പ് തന്നെ പല തെറികളും പറയണേ. നമ്മളെ പോത്തിന്റെ മറ്റേത് വരെ നമ്മൾ വിളിച്ചു, എനിക്ക് വിളിക്കാൻ അറിയാത്തോണ്ടല്ല, എനിക്കത് വിളിക്കാനോ അതിനെതിരെ പ്രതികരിക്കാനോ അറിയാത്തോണ്ടല്ല. അല്ല, പ്രതികരിക്കാത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ രൂപത്തിലേക്ക് മാറുകയാണ്. മനസ്സിലായോ? ഞാൻ തെറി വിളിക്കാത്ത ആളല്ല, തെറി വിളിക്കും, ആവശ്യത്തിന് വിളിക്കും. നിങ്ങൾ എന്നെ മുത്തേന്ന് വിളിച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെ വിളിക്കേണ്ടത്? എന്താ മുത്തേന്ന് ഞാൻ തിരിച്ചു പറയും. പക്ഷെ നിങ്ങൾ ബാഡ് ആയിട്ടുള്ള ഒരു വേർഡ് ഇങ്ങോട്ട് പറയുമ്പോ ഞാൻ അത് ചിന്തിച്ചാൽ മതി. ഇപ്പൊ സായിപ്പ് വിചാരിക്കുന്നുണ്ടാവും എനിക്ക് അത് ഓനോട് തെറി വിളിക്കാൻ പറ്റാത്തോണ്ടാണെന്ന്. പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിക്കണ്ട. മനസ്സിലായോ? ഞാൻ വീണ്ടും ആ ഒരു തെറി ട്രാക്കിലേക്ക് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ക്ഷമിച്ച് നിൽക്കുകയാണ്. ഞാൻ അവരൊന്നും ചൊറിയാൻ പോലെ, ഈകളായിക്കോട്ടെ ഇനിയിപ്പോ സായിപ്പായിക്കോട്ടെ, ഒരു വാക്കിൽ പോലും ചൊറിയാൻ ഞാൻ പോയില്ല. അവർ ഇങ്ങോട്ടാണ് ചൊറിഞ്ഞത്, ഇങ്ങോട്ട് ചൊറിഞ്ഞ ഞാൻ അങ്ങോട്ട് ചൊറിയും. അത് ഒരു സംശയം വേണ്ട. ഒരു വീഡിയോസിന്റെ മുന്നിൽ വെച്ചിട്ട് ഓനെ പിടിച്ച് ഇവനെ പിടിച്ച് ഓനെ വെടിവെക്കേ ഇവനെ വെടിവെക്കേ അതേ ഒരു കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇത് റിയൽ ലൈഫില് എന്താന്നുള്ള നമ്മൾ കണ്ടു. മനസ്സിലായി? നമ്മളൊരാളെ ചൊറിയാൻ അങ്ങോട്ട് പോണില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇന്നെ ചൊറിയുന്നത്? അവിടെയുള്ള പോയിന്റ് എടുക്കണത്. ഞാൻ നിങ്ങൾ വെറുതെ അങ്ങനെ ചൊറിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുമോ? ഒരു കാരണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവന്റെ ഒരു വീഡിയോ കണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ കണ്ടോ, ഇപ്പൊ അതിൽ ചൊറിയേണ്ട എന്ത് ആവശ്യമുണ്ട്? അതാണ് ഈകളും അതുപോലെ സായിപ്പും ഇവരൊക്കെ ചെയ്തത്. അതൊക്കെ വളരെ മോശം എന്ന് എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്നോട് സംസാരിച്ചപ്പോ
ഞാൻ പറഞ്ഞൊരു വ്യക്തി എന്താ നിങ്ങൾക്ക് മനസ്സിലായി? തീർച്ചയായും ഇല്ലേ? അതാണ് എന്റെ സത്യം. അതെ അതെ മനസ്സിലായോ? നമ്മൾ പ്രതികരിക്കാത്ത, നമ്മൾ തെറി വിളിച്ചിട്ട് അവനെ പോലെ തെറി വിളിച്ച് അതിനേക്കാൾ വലിയ തെറികൾ എനിക്കറിയാം. പക്ഷെ വീണ്ടും നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബാഡാണ് വരുന്നത്. എനിക്ക് താല്പര്യമില്ല. ഞാൻ ഈ തെറി വിളിച്ചുകൊണ്ട് ഫേമസ് ആയ ഒരാളല്ല. തെറി വിളിച്ചിട്ട് ഫേമസ് ആവും എനിക്ക് വേണ്ട. അങ്ങനത്തെ ഒരു ഫെയിം എനിക്ക് വേണ്ട. കാരണം ഞാൻ അത് ചോദിക്കാൻ വന്നത്, കാരണം ഫാമിലി കുട്ടികളും പഠിക്കുകയാണല്ലോ. പഠിക്കുന്ന കുട്ടി 2 മക്കളാണ്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. എത്ര പഠിക്കുന്നവരൊക്കെ? ഓലിപ്പോ മോനിപ്പോ 1ാം ക്ലാസ്സിലും മോള് ഇപ്പൊ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഈ കുട്ടികള് ഈ തമ്മിൽ സംസാരിക്കുന്നില്ല, വാപ്പ ഇങ്ങനെ സ്ട്രീമിംഗിൽ വാപ്പയുടെ കൂടുതൽ ഒരു തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോ അവർക്കും ഒരു അത് കേൾക്കുമ്പോ നമുക്ക് എന്തായാലും സങ്കടം വരും. അതെ, നമ്മളൊരു അച്ഛനാണല്ലോ അല്ലെ, തീർച്ചയായും നമുക്ക് എന്തായാലും സങ്കടം വരും. നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടതാണ്. മനസ്സിലായി. നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടതാണ്. അതാണ് എന്റെ സത്യം. നമ്മളൊരാളെ ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും, ഞാൻ നിങ്ങളും ഒരു അടി ഉണ്ടായി, പെട്ടെന്ന് ഞാനൊരു കത്തി എടുത്ത് നിങ്ങളെ വയറിനെ കുത്തണം എന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ അടിയിലും ആ ഒരു പ്രഷറിലും അതോടെ സംഭവിക്കുകയാണ്. അപ്പൊ അയാൾ മരിക്കുകയാണ്, ഞാൻ കൊലപാതകയാവുകയാണ്. അവിടെയാണ് തീർച്ചയായും